എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ 2 ദിവസം കൊണ്ട് ഞാൻ നെവനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ. അനുമോടെയൊക്കെ ശരിക്കും തന്നെ ഇത് ഓവറായിട്ട് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞില്ലേ പറ്റത്തുള്ളൂ. നിവിൻ്റെ ഓരോ കുസൃതികളും കാര്യങ്ങളും, കുസൃതിയൊന്നും പറയാൻ പറ്റില്ല, അറിഞ്ഞുകൊണ്ട് തമാശ രീതിയിൽ കാര്യങ്ങൾ പറയുക, എന്താ വെറുപ്പിക്കുന്ന രീതിയിൽ പറയുക. ഈയിടെയായിട്ട് അന്നോട്ടേ ഉണ്ട്. ഈയിടെയായിട്ട് അനുമോൾ എന്ന് നിവിനെ നോമിനേറ്റ് ചെയ്തു അന്ന് തൊട്ട് അനുമോടെ പുറകിന് നിവിൻ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ അനുമോടെ പേയ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് അനുമോൾ നേരത്തെ പറഞ്ഞിട്ട് 65,000 രൂപ ചാനലുകാർ അനുമോക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചാനലുകാർ അനുമോളെ ജയിപ്പിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഓൾറെഡി അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോൾ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് അനുമോൾ ലാലോട്ടിനോടും കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കുലസ്ത്രീ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അനുമോൾ പറഞ്ഞു ഇനി കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നെവിനെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം നെവിനാണ് പിന്നെ അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം അനുമോള് പറഞ്ഞിട്ടുണ്ട് നീ പോയി നിൻ്റെ അമ്മൂമ്മയെ വിളിക്ക്, നിൻ്റെ അപ്പൂപ്പനെ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. നല്ല ഡയലോഗായിരുന്നു. പക്ഷെ അത് തെറ്റാണ്. അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വീട്ടുകാരെ പറഞ്ഞൊക്കെ വളരെ തെറ്റാണ്, അത് സമ്മതിച്ചു. പക്ഷേ നെവിൻ വിളിച്ചേക്കുന്ന ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്നാണ് വിളിച്ചേക്കുന്നത്. അതൊരു തെറ്റ്. കുലശ്രീ എന്ന് പറഞ്ഞാൽ തെറ്റല്ല, പക്ഷെ ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പം ചിന്തിക്കുമ്പോൾ വീട്ടുകാരെ പറഞ്ഞ നെഗറ്റീവാണ്, പറഞ്ഞത് ശരിയല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ വിളിച്ചതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് കേട്ടോ നെവിന്. എന്ന് വെച്ചാൽ നെവിൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് അനുമോടെ പുറകെ തിന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്ത് അനുമോൾ ആരും അല്ല എന്ന്, അല്ലെങ്കിൽ അനുമോള് ഇത്രയും ഫാൻസ് ഉള്ളതിൻ്റെ എന്തോ ഒരു അസൂയ ഉള്ളതിൻ്റെ കൂട്ടാണ് നെവിൻ ഈ അനുമോടെ പുറകെ നടക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? അതായത് അനുമോക്ക് ഇത്രയും ഫാൻസ് ഉള്ളത് കൊണ്ട് നെവിൻ എന്തോ അസൂയ കുശുമ്പ്, അല്ലെങ്കിൽ അനുമോളാണ് മുന്നിൽ നിൽക്കുന്നത് എങ്ങനെയോ മനസ്സിലായിക്കൊണ്ട്. അപ്പം എങ്ങനെ അനുമോളെ താക്കുക, എനിക്ക് ഫാൻസ് ഉണ്ട്, എൻ്റെ ഫാൻസുകാർ അല്ലെങ്കിൽ അനുമോളെ താക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് ഈ നെവിൻ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ മോശമാണ്. എപ്പോഴും അനുമോളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി പോടി എല്ലാവരെയും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. നിവിൻ ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമുള്ള ആളാണ്. പക്ഷേ എങ്കിലും തമാശ രീതിയിൽ പോയിട്ട് പോടി അങ്ങനെയൊക്കെ വിളിക്കുന്നത് തീരെ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ വന്ന് വിളിക്കുന്ന ഇടാപോടെ എന്നൊക്കെ വിളിച്ചു. പക്ഷേ ആ രീതിയിൽ തമാശ രീതി പറഞ്ഞിട്ട് അത് കാര്യങ്ങൾ പറയാം, അതാണ് നിവിൻ്റെ ഒരു ഇത്. എന്നിട്ട് അതൊരു തമാശ അവർക്ക് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ആക്കുക എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. നിവിന് കക്കാൻ മാത്രമല്ല നിൽക്കാനും നിവിന് അറിയാം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പക്ഷെ എപ്പോഴും അനുമോളെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. പിന്നെയും വിളിച്ചപ്പോൾ അനുമോള് വിളിച്ചാൽ തെറ്റല്ല, എല്ലാവരും തെറ്റാന്ന് പറഞ്ഞിട്ട് പോലും അനുമോള് പറയുന്നുണ്ട് ലാലേസം വന്ന് എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാൽ പോലും ഞാൻ പറയുമെന്ന്. എന്നിട്ട് ഗിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിലും അതുപോലെ തന്നെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഒരു ഡിപ്രാഷവും അങ്ങനെ തന്നെയാണ് അനുമോൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരോടും ഒന്ന് എൻ്റെ തലയ്ക്ക് കയറുമെന്ന് എനിക്കറിയാം. ഷാനവാസ് പറഞ്ഞതിന് എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ അനുമോളെ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നല്ലതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അനുമോൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. വിളിച്ചതിൽ നല്ലതാണ്, പക്ഷെ തെറ്റുമുണ്ട് ശരിയുമുണ്ട്. അപ്പം അമ്മൂമ്മ അപ്പൂപ്പനെ വിളിച്ചാലും അച്ഛനെയും അമ്മയും വിളിച്ചതിൻ്റെ കൂട്ടം തന്നെയാണ് പക്ഷെ വിളിക്കേണ്ടത്. പക്ഷെ നിവിൻ അവിടെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് അനുമോള് അങ്ങനെ വിളിച്ചത്. അപ്പം രണ്ടു പേരുടെയും പേര് തെറ്റുണ്ട്. പക്ഷേ ബിഗ് ബോസ് എന്തായാലും നിങ്ങൾ പ്രമോ തന്നെ അത് എടുത്ത് അനുമോടെ ആ ഒരു പവർ പോലാണ് ബിഗ് ബോസ് ആ പ്രമോ കാണിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം അനുമോടെ ഈ പ്രമോ ഇട്ടാൽ എന്തായാലും വിജയിക്കുമെന്ന് ബിഗ് ബോസിന് തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അനുമോടെ ഇട്ടേക്കുന്നത്. അപ്പം എന്തുമായാലും നിവിൻ്റെ സ്വഭാവം അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല, ശരിയാകുമെന്ന് വിചാരിക്കുന്നു. നിവിൻ ഈ കാര്യത്തിൽ ഈ പ്രാവശ്യം ഔട്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഇത്രേ ഉള്ളായിരുന്നു. ഓക്കെ, ബൈ ടാറ്റ.